അപ്പം അദ്ദേഹം നമുക്ക് ഇടയ്ക്ക് പ്രത്യക്ഷമൊക്കെ ആവും. അത് നമ്മൾ വിളിക്കാറൊന്നുമില്ല. പ്രത്യക്ഷപ്പെടും. അതെങ്ങനെ? നമുക്ക് വിദ്യകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരും. സ്വപ്ന ദർശനമോ? സ്വപ്നമൊന്നുമല്ല, നിങ്ങളെപ്പോലെ നമ്മൾ സംസാരിക്കണ പോലെ വന്ന് നമ്മളോട് സംസാരിക്കുക എല്ലാ ഗുരുക്കന്മാരും. ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്ന് പറയുന്നത് ഒരു താന്ത്രിക മന്ത്രമല്ല. അങ്ങനെ അത് തന്നെ നമ്മൾ ആദ്യം തന്നെ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ വലിയ സിദ്ധനൊക്കെ ആയിരുന്നു. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നടന്നു പോകുമ്പോൾ മഴയൊന്നും മേത്ത് വീഴില്ലാത്തൊരു നിലയിലുള്ള സിദ്ധിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം കാണുമ്പോൾ 1000 വയസ്സുണ്ടായിരുന്നതാണ്. നമ്മുടെ ശിവപ്രഭാകര സിദ്ധിയോഗിയെ പോലെ കായകൽപ്പ വിദ്യയൊക്കെ ശീലിച്ച് ഒരു സൂര്യനെ പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചട്ടമ്പിസ്വാമി സമ്പ്രദായമായിട്ട് ഇദ്ദേഹം കാഷായം കൊടുത്തത് കൊണ്ട്, ആ ഭാഗ്യാനന്ദ കൃതവാലിൽ നിന്ന് കാഷായം മേടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം 82 വയസ്സ് വരെയാണ് ഇരുന്നത്. വയസ്സാന കാലത്തൊരു 78, 79 അങ്ങനെ ഒരു 3 കൊല്ലക്കാലമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് വന്ന് താമസിച്ച് 6 മാസം താമസിച്ച് എനിക്ക് ദീക്ഷയൊക്കെ തന്ന് എനിക്ക് ജ്ഞാന വഴിയൊക്കെ പറഞ്ഞു തരുവാണ് അദ്ദേഹം. 2 വിദ്യകൾ ചട്ടമ്പിസ്വാമി ഉപയോഗിച്ചിരുന്ന 2 പ്രധാന വിദ്യകൾ. ഒന്ന് ചിന്മുദ്ര എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചിന്മുദ്ര ചെയ്താൽ എന്താണ് ഉണ്ടാവണേ, ആ വിദ്യ ഞാനത് പറഞ്ഞു വന്നേ, ആ വിദ്യ യോഗശാസ്ത്രത്തിലില്ല. അതുപോലെ ബാലസുബ്രഹ്മണ്യ മന്ത്രം തന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ല ഇരിക്കുന്നത്. അതിപ്പോൾ തന്ത്രമൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ. അതിന് തന്ത്രമൊന്നും ആവശ്യമില്ല. ഗുരു സമ്പ്രദായത്തിന് തന്ത്രത്തിന്റെ ആവശ്യമില്ല, ജ്ഞാന വഴിയാണത്. ഇപ്പം യോഗം ചെയ്യണവരിങ്ങനെ പിടിക്കണൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. ഇന്ന് അബാക് മീഡിയയോടൊപ്പം പുതിയ 2 അതിഥികളാണ്, ജയൻ പായ്പ്രയും കൃഷ്ണപ്രിയയും. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്നും അങ്ങ് ആദ്യം അങ്ങയിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. കാരണം വിദ്യാധിരാജ ഗുരുകുലം, വിദ്യാധിരാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചട്ടമ്പിസ്വാമിയാണ്. ചട്ടമ്പിസ്വാമിയുടെ ആ ഒരു പിൻതലമുറയാണോ അങ്ങ് കൂടുതലും കൊണ്ടുവരുന്നത്? നമ്മൾ ശരിക്കും ചട്ടമ്പിസ്വാമി, നാരായണ ഗുരുദേവൻ, അവരെല്ലാവരും സുബ്രഹ്മണ്യ സമ്പ്രദായം ആണ്. സുബ്രഹ്മണ്യ സമ്പ്രദായം. ചട്ടമ്പിസ്വാമിക്ക് അനേക ഗുരുക്കന്മാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം ജ്ഞാനവഴി സുബ്രഹ്മണ്യ സമ്പ്രദായമാണ്. ആ ചട്ടമ്പിസ്വാമിക്ക് ഉള്ള ശിഷ്യന്മാരിൽ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യന്മാരെന്ന് പറയുന്ന ചട്ടമ്പിസ്വാമി തന്നെ, ചട്ടമ്പിസ്വാമിയുടെ കൂടെ ജീവിക്കുകയും പഠിക്കുകയും വിദ്യാഭ്യസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നാരായണ ഗുരുദേവൻ, അതുപോലെ നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസർ, പിന്നെ അവർ ആണ് കൂടുതൽ പ്രശസ്തന്മാരായവർ. രാമാനന്ദ തീർത്ഥപാദർ എന്ന് പറയുന്ന സ്വാമിയുണ്ട്. അദ്ദേഹം കോലഞ്ചേരി അടുത്ത് ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സമാധിയും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു വളരെ പ്രശസ്തനായിരുന്ന ഭക്താനന്ദ ഗുരുദേവൻ എന്ന് പറയും. ഈ ചട്ടമ്പിസ്വാമിയുടെ സമാധിയിൽ, അദ്ദേഹം സമാധിയായതിന് 7 വർഷത്തിന് ശേഷം അവിടെ ആ ശിവലിംഗം എടുത്തു വെച്ചതൊക്കെ ഈ ഭക്താനന്ദ ഗുരുദേവനാണ്. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആളുകൾ വരെയും ഒരുപാട് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന ഭാഗ്യാനന്ദ തീർത്ഥപാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവിടെ വടയമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആശ്രമമൊക്കെ ഉണ്ട്. അദ്ദേഹം സമാധിയായി. അവിടെ അദ്ദേഹം ഒരു സ്കൂള്, ഒരു അന്നത്തെ കാലത്ത് സംസ്കൃതത്തിൻ്റെ ഒരു വിദ്യാലയമൊക്കെ സ്ഥാപിച്ചിരുന്നു. പിന്നെ ഗുരുകുലദീപം എന്ന് പറഞ്ഞൊരു മാസിക ഇറക്കിയിരുന്നു. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചട്ടമ്പിസ്വാമിയായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ മാസത്തിലൊരിക്കലെങ്കിലും വരുമായിരുന്നു, അവിടെ താമസിക്കും. അപ്പോൾ അച്ഛൻ ചട്ടമ്പിസ്വാമിയിൽ നിന്ന് വളരെ ആകർഷണമായി ആശ്രമത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു 10-15 കൊല്ലം. അദ്ദേഹം ചെറുപ്പത്തിലെ അച്ഛൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അഭേദാശ്രമത്തിൽ, ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ തന്നെയായിരുന്നു ആദ്യകാലത്ത് അഭേദാനന്ദ സ്വാമികൾ. പിന്നീട് അദ്ദേഹം സന്യാസം വേറെ സമ്പ്രദായത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. ബാലസുബ്രഹ്മണ്യ ദീക്ഷ എടുത്തേക്കുന്നത് ചട്ടമ്പിസ്വാമിയിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് അഭേദാശ്രമം എന്ന് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. അവിടെ ആ കുളത്തിൻ്റെ, പത്മതീർത്ഥ കുളത്തിൻ്റെ കരയ്ക്ക് എപ്പോഴും അവിടെ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. ഈ ബാലസുബ്രഹ്മണ്യ ദീക്ഷ എന്ന് പറയുമ്പോൾ ഈ ബാല എന്ന് പറയുന്നത് ശ്രീവിദ്യ ഉപാസനയുടെ ഭാഗമല്ലേ? ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ബാലയുണ്ട്. ശ്രീവിദ്യ ഒരു സമ്പ്രദായമാണ്. ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു മന്ത്രം മാത്രമായിട്ടല്ല, അതിൽ നമ്മൾ
പ്രവേശിക്കുക. അതിനൊരു ഓരോ പാരമ്പര്യ വഴി ഉണ്ടാവും, സമ്പ്രദായ വഴി എന്ന് പറയും. അതിന് വ്യത്യസ്തമായ മന്ത്രങ്ങൾ ഉണ്ടാവാം. ബാലാമന്ത്രം ബാലാപദ്ധതി തന്നെ വളരെ വലുതായിട്ട് 15 അക്ഷരം വരെയുള്ള ബാലാപദ്ധതി ഉണ്ട്. അതിൽ ബാലാസുബ്രഹ്മണ്യ മന്ത്രം എന്ന് പറയുന്നത് ഒരു താന്ത്രിക മന്ത്രമല്ല. അങ്ങനെ അത് തന്നെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കും. അതിൽ ആ ഭാഗ്യാനന്ദ സ്വാമിയിൽ നിന്ന് ഞാൻ ആശ്രമത്തിൽ കുറേ കാലം താമസിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആശ്രമത്തിൽ നിരന്തരം പോവുകയും അവിടെ താമസിക്കുകയും 30 ദിവസത്തെ ക്യാമ്പിൽ എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യുകയും അവിടുന്ന് സംസ്കൃതം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ പിന്നീട് ഞാൻ ദീക്ഷയൊക്കെ എടുത്തത് അദ്ദേഹമാണ് എന്നെ ലളിതാ സഹസ്രനാമമൊക്കെ പഠിപ്പിച്ചത്. ഈ ഭാഗ്യാനന്ദ തീർത്ഥവാര യോഗമുറകളൊക്കെ പഠിപ്പിച്ചത്. അന്ന് സൂര്യ നമസ്കാരം പഠിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നുമില്ല, അവിടെയാണ് അത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കവലയിലും പഠിക്കാൻ പറ്റും. അദ്ദേഹം ഇതെന്നും അഭ്യസിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ എടുക്കാൻ വേണ്ടി വന്ന ഒരു ഗുരുവുണ്ട്. ഒരു സന്യാസ ദീക്ഷ എടുക്കാൻ മാത്രം വന്ന ഒരു ഗുരുവാണ് കൃഷ്ണാനന്ദ തീർത്ഥപാദ സ്വാമികൾ എന്ന് പറയും. അദ്ദേഹം ഹംപിയിലായിരുന്നു. ആ ഹംപിയിൽ അദ്ദേഹം ജ്ഞാനവിദ്യകളൊക്കെ അഭ്യസിക്കുകയും ഈ അഭ്യാസമാർഗം എന്ന് പറയുന്ന മാർഗം ജ്ഞാന വഴിയിലുള്ളതൊക്കെ പഠിക്കുകയും അഭ്യസിക്കുകയും ആ നിലയിലൊക്കെ എത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന് അവസാന കാലമായപ്പോൾ ഈ ഒരു സമ്പ്രദായ സന്യാസം എന്ന് പറയില്ലേ, അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. പക്ഷെ ഹംപിയിൽ പിന്നീട് പോയിട്ട് അദ്ദേഹം ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ വലിയ സിദ്ധനൊക്കെ ആയിരുന്നു. ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നടന്നു പോകുമ്പോൾ മഴയൊന്നും മേത്ത് വീഴില്ലാത്തൊരു നിലയിലുള്ള സിദ്ധിയൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു രമണസ്വാതി മഹർഷി എന്ന് പറയുന്ന മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന് അനേക ഗുരുക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളൊരു ഗുരു. അദ്ദേഹം കാണുമ്പോൾ 1000 വയസ്സുണ്ടായിരുന്നതാണ്. നമ്മുടെ ശിവപ്രഭാകര സിദ്ധിയോഗിയെ പോലെ കായകൽപ്പ വിദ്യയൊക്കെ ശീലിച്ച് ഒരു സൂര്യനെ പോലെ ഇരിക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമുക്ക് ഇടയ്ക്ക് പ്രത്യക്ഷമൊക്കെ ആവും. അദ്ദേഹം നമ്മൾ വിളിക്കാറൊന്നുമില്ല, പ്രത്യക്ഷപ്പെടും. അതെങ്ങനെ? നമുക്ക് വിദ്യകളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരും. സ്വപ്ന ദർശനമോ? സ്വപ്നമൊന്നുമല്ല, നിങ്ങളെപ്പോലെ നമ്മൾ സംസാരിക്കണ പോലെ വന്ന് നമ്മളോട് സംസാരിക്കുക എല്ലാ ഗുരുക്കന്മാരും. ആ നിലയിലൊക്കെ ഉള്ളൊരു ഗുരുകുലാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ചട്ടമ്പിസ്വാമി സമ്പ്രദായമായിട്ട് ഇദ്ദേഹം കാഷായം കൊടുത്തത് കൊണ്ട്, ആ ഭാഗ്യാനന്ദ തീർത്ഥവാരിൽ നിന്ന് കാഷായം മേടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം 82 വയസ്സ് വരെയാണ് ഇരുന്നത്. അവസാന കാലത്തൊരു 78, 79 അങ്ങനെ ഒരു 3 കൊല്ലക്കാലമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് വന്ന് 6 മാസം താമസിച്ച് എനിക്ക് ദീക്ഷയൊക്കെ തന്ന് എനിക്ക് ജ്ഞാന വഴിയൊക്കെ പറഞ്ഞു തരുവാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ അന്വേഷിച്ച് പോയതല്ല. അപ്പോൾ ഗുരു തേടി വരും എന്നൊക്കെ പറയണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അദ്ദേഹവും എനിക്ക് ഗുരുസ്ഥാനീയാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ഈ ഭാഗ്യാനന്ദ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഗുരു. അങ്ങനെയാണ് ചട്ടമ്പിസ്വാമി സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ വിദ്യകളൊക്കെ നമ്മൾക്ക് വരുന്നു. ചട്ടമ്പിസ്വാമിയുടെ വിദ്യകളൊക്കെ ചട്ടമ്പിസ്വാമി തന്നെയാണ് നമുക്ക് പിന്നീട് പഠിപ്പിച്ചിട്ടുള്ളത്. ചട്ടമ്പിസ്വാമി പരമ്പരയിൽ നിന്ന് ഇപ്പം നിങ്ങൾ ചോദിച്ച ബാലാസുബ്രഹ്മണ്യം സമ്പ്രദായം, ആ വിദ്യ മാത്രം ആണിപ്പോൾ അവശേഷിക്കുന്നത് അവരുടെ സന്യാസിമാരുടെ കയ്യിൽ. വാഴൂർ ആശ്രമത്തിൽ ബാലാസുബ്രഹ്മണ്യം ഉപദേശിക്കും. മറ്റു ചട്ടമ്പിസ്വാമി ചെയ്തിരുന്ന വിദ്യകളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഖേദരി ആയാലും അങ്ങനത്തെ മഹാവിദ്യകളൊക്കെ, ചിന്മുദ്രാവിദ്യ ആണെങ്കിലും അങ്ങനത്തെ വിദ്യകളൊക്കെ 100 കണക്കിന് വിദ്യകൾ അറിയാവുന്ന പ്രണവവിദ്യ, അഗ്നിവിദ്യ, ഇതൊക്കെ വിദ്യകളൊക്കെ അറിയാവുന്ന ആളായിരുന്നു ഈ ചട്ടമ്പിസ്വാമികൾ. കേരളത്തിൽ ഇത്രയധികം വിദ്യകൾ അഭ്യസിക്കുകയും സ്വായത്തമാക്കുകയും അതെല്ലാം സിദ്ധിയാക്കുകയും ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ തന്നെ തീരെ കുറവാണ്. ആചാര്യസ്വാമികൾ നമ്മുടെ കേരളീയനാണെങ്കിലും അദ്ദേഹം അധികവും ചെലവഴിച്ചിട്ടുള്ളത് കേരളത്തിലല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് എല്ലാ സിദ്ധികളൊക്കെ ഉണ്ടാവാം. ഇപ്പം ബാലാസുബ്രഹ്മണ്യത്തെ പറ്റി ചോദിച്ചത് കൊണ്ട്, ചട്ടമ്പിസ്വാമി ദീക്ഷയായിട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ട് കൊടുത്തിരുന്നത് പല മന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് അതിൽ പ്രധാന ഉപാസന വിദ്യ. മന്ത്രസമ്പ്രദായത്തിൽ ശ്രീവിദ്യയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നെങ്കിലും സുബ്രഹ്മണ്യ സമ്പ്രദായത്തിനാണ് ദൃഢത്വം കൊടുത്തിരുന്നത്. കാരണം അത് സുബ്രഹ്മണ്യനെ, ചട്ടമ്പിസ്വാമി പരമ്പര സുബ്രഹ്മണ്യനെ, ഇപ്പം നാരായണ ഗുരുദേവൻ ശിഷ്യനല്ല എന്നുള്ള തർക്കമൊക്കെ കേരളത്തിലുണ്ട്. അതൊക്കെ ചട്ടമ്പിസ്വാമി തന്നെ നീലകണ്ഠ തീർത്ഥപാദരുടെ
ഗ്രന്ഥത്തിന് എഴുതിയ ആമുഖത്തിൽ ഉപോദ്ഘാതം എന്ന് പറയും. ആ ഗ്രന്ഥത്തിൽ ഉപോദ്ഘാതത്തിൽ എൻ്റെ ശിഷ്യൻ നാണു എന്ന് കൃത്യമായിട്ട് അദ്ദേഹം തന്നെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. 6.5 കൊല്ലം ചട്ടമ്പിസ്വാമിയുടെ കൂടെ തന്നെ സഞ്ചരിച്ച ആളാണ് നാരായണ ഗുരുദേവൻ. നമ്മളത് തർക്കത്തിനൊന്നും വിടുന്നില്ല. ഗുരുവിനും ശിഷ്യനും തീരുമാനിക്കുന്നത് സംഘടനയോ ജാതിയോ മതമോ ഒന്നുമല്ല. എൻ്റെ ഗുരുവിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആൾക്കാർ കൂട്ടിയിട്ടത് പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പറയണവർക്ക് പറയാം. ഗുരു എൻ്റെ ഗുരു തന്നെയാണ്. അപ്പോൾ ബാലാസുബ്രഹ്മണ്യ മന്ത്രം നിങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഇപ്പോൾ തന്ത്രത്തിലെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, 64 തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങൾ, ഇപ്പോൾ ശാരദാതിലകം നോക്കിയാലോ മന്ത്രമഹോദധി നോക്കിയാലോ, കേരളത്തിലെ തന്നെ ഇപ്പോൾ സപരിവാരം പൂജാഗ്രന്ഥത്തിൽ നോക്കിയാലൊന്നും ബാലസുബ്രഹ്മണ്യം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 2 വിദ്യകൾ ചട്ടമ്പിസ്വാമി ഉപയോഗിച്ചിരുന്ന 2 പ്രധാന വിദ്യകൾ, ഒന്ന് ചിന്മുദ്ര എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനും ഒരു ഗുരുസ്ഥാനീയനാണ് ചട്ടമ്പിസ്വാമി. ഇപ്പോൾ ചട്ടമ്പിസ്വാമി അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ഭാരതം മുഴുവൻ അദ്ദേഹം ഈ വിദ്യ അന്വേഷിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പലരോടും ചോദിച്ചു ഈ ചിന്മുദ്ര കൊണ്ട് എങ്ങനെയാണ് ഈ സമാധിയിലേക്കാവുന്നത്, അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്കാവാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കും. അങ്ങനെ വന്ന് അദ്ദേഹം പല സ്ഥലത്തും യാത്ര ചെയ്ത് വന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ഷൊർണൂർ വരെ അന്ന് തീവണ്ടിയുള്ളൂ, അറിയാമല്ലോ. എറണാകുളത്ത് വന്ന് തീവണ്ടിയിൽ ഇറങ്ങി എന്നൊക്കെ ചില ആൾ പ്രസംഗിക്കണായിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്ത് വരെ തീവണ്ടിയേ ഇല്ല, അന്ന് റെയിൽവേ ഷൊർണൂർ വരെ ഉള്ളൂ. തൃശ്ശൂർ ആശുപത്രിയിൽ അദ്ദേഹം കാലിന് മുറിവ് പറ്റിയിട്ട് കഴുകി കെട്ടിയൊക്കെ രേഖയുണ്ട്. അപ്പോൾ സ്വാമിജി എറണാകുളത്ത് വന്നിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹം വള്ളത്തിലൊന്നുമാണ് വന്നത്. ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരാളുണ്ട് എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന അദ്ദേഹം ചട്ടമ്പിസ്വാമി അങ്ങോട്ട് ചെന്ന് 2 ദിവസം അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സ്വാമിജി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ചിന്മുദ്ര എന്ന്. അപ്പോൾ ചട്ടമ്പിസ്വാമികൾ ഈ ചിന്മുദ്ര ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതുപോലെ ഇപ്പം ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, ഈ വിരലിൻ്റെ അറ്റത്ത്. അങ്ങനെയല്ല ചിന്മുദ്ര. ഞാനിപ്പോൾ ചിന്മുദ്ര പഠിപ്പിക്കാനല്ല ഈ ഒരു സമയം ഉപയോഗിക്കണേ. എന്നാലും ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ ഈ പെരുവിരലിൻ്റെ മധ്യത്തിലുള്ള രേഖയിൽ അകത്തുനിന്ന് പുറത്തേക്ക് തലോടുമ്പോൾ ഒരു ചെറിയ തടം പോലെ തോന്നും. അവിടെ കയ്യെ ഏറ്റവും റിലാക്സായിട്ട് വെക്കണം, ബലം കൊടുത്തല്ല. ഞാൻ എൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഗുരു എന്ന നിലയിൽ നമ്മുടെ ഗുരുകുലത്തിൽ കുറേ പേർക്ക് ചിന്മുദ്ര അറിയാം. അത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കൊല്ലമൊക്കെ അഭ്യസിച്ചാൽ മാത്രമാണ് ഇതിങ്ങനെ പിടിക്കാൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ പിടിച്ചില്ലേ, അത് പിടിക്കാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനാനുഭവം ഉണ്ടാവണ്ടേ? അതെ, അവിടെയാണ് കാര്യം. അതിങ്ങനെ കുറേ കാലം പിടിച്ചുകൊണ്ടിരുന്നാലും ഉണ്ടാവില്ല. അത് ചിന്മുദ്ര എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണെന്ന് ചട്ടമ്പിസ്വാമി കാണിച്ചു. ഇതെനിക്കറിയാമെന്ന് പറഞ്ഞു വിവേകാനന്ദസ്വാമി. ഇതെനിക്കറിയാം, ഇതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതുകൊണ്ട് എങ്ങനെയാണ്. അല്ല, ഇപ്പൊ ഞാനാണെങ്കിലും ചോദിക്കുമല്ലോ, ഇപ്പൊ ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. അതെ എനിക്ക് ഇത് പലരും ഇപ്പം ഇങ്ങനെയാണ് പഠിപ്പിക്കണേ, ജ്ഞാനമുദ്ര എന്നത്. പക്ഷേ ഇതിങ്ങനെ ഇവിടം വരെയാണ് പിടിക്കേണ്ടത്. ഇതിലെ തൃത്വങ്ങൾ നമ്മൾക്ക് അതീതമായിരിക്കുന്ന ഒരു അഖണ്ഡബോധ സച്ചിദാനന്ദ അനുഭവമാണ് ഇതിൽ ചിന്മുദ്ര. അതാണല്ലോ ഉണ്ടാവണ്ടേ. ഈ വിദ്യ, ചിന്മുദ്ര വിദ്യ, അദ്ദേഹം സംസ്കൃതത്തിലാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ, നമുക്ക് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന, 2 പേർക്കും അറിയാവുന്ന ഭാഷ സംസ്കൃതമായിരുന്നു. ആ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസ്കൃതത്തിലുള്ള ഉപനിഷത്തുകളിൽ നിന്ന് ചില ആശയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് കേട്ടിരുന്നു. പിന്നീട് അദ്ദേഹം തമിഴിലുള്ള സിദ്ധവേദാന്ത കൗമുദി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. സിദ്ധവേദാന്ത കൗമുദി. ആ ഗ്രന്ഥം ഇന്ന് കിട്ടാനുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചിന്മുദ്രാ ശാസ്ത്രം വിവേകാനന്ദന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ അഭ്യസിക്കേണ്ട മാർഗങ്ങൾ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു രഹസ്യവിദ്യയാണോ? രഹസ്യവിദ്യയാണ്. അതാണ് അതിൻ്റെ സംഗതി. ഇതിപ്പോൾ എല്ലാവരും ചിന്മുദ്ര അറിയാമെന്ന് പറഞ്ഞാൽ നടക്കണം. ചിന്മുദ്ര ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. ചട്ടമ്പിസ്വാമി പരമ്പരയിൽ ആർക്കും അറിഞ്ഞുകൂടാ.
അപ്പോൾ ഞാനിത് പഠിച്ചെങ്ങനെ, ഞാനിതിൻ്റെ 4 പാദം സമാഹരിച്ചു എങ്ങനെയോ. ഉണ്ട് 5ാമത്തെ പാത എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചട്ടമ്പി സ്വാമി തന്നെ എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പറഞ്ഞു തരുവാണ് ചെയ്തത് അതിൻ്റെ അവസാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അത് ആ ചിന്മുദ്ര ശരിക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശിവപ്രഭാകര സിദ്ധയോഗി സദാ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സദാ ആ കണക്ഷൻ പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പം ഈ ആ വിദ്യ ചട്ടമ്പി സ്വാമിയുടെ സമ്പ്രദായത്തിൽ തന്നെയുള്ള ശിഷ്യ പരമ്പരക്കാർ വേറെ ആരും ഈ വിദ്യ ചോദിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ അത്ഭുതം. ചട്ടമ്പി സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത് അറിയാലോ. അത് ഇവർ പിന്നെ അവർ പഠിച്ചില്ല, അവർ കൊണ്ടു നടക്കണില്ല. അതായത് സ്വാമി വിവേകാനന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാർ പിന്നീട് വന്ന് ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് അന്വേഷിച്ച് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഖേദരി അതുപോലെ ചിന്മുദ്രയൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം എറണാകുളത്ത് താമസിക്കുന്ന കാലത്ത്. അന്ന് എടപ്പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു അമൃതാനന്ദൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ചിന്മുദ്ര ചെയ്താൽ എന്താണ് ഉണ്ടാവണേ എന്ന് ആ വിദ്യ, ഞാനത് പറഞ്ഞു വന്നേ, ആ വിദ്യ യോഗശാസ്ത്രത്തിലില്ല. നിങ്ങൾ യോഗശാസ്ത്രത്തിൽ പതഞ്ജലി സൂത്രങ്ങളിൽ അഭ്യാസങ്ങളെ ഇല്ല, അതിൽ സമാധി തത്വങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ സ്വാത്മാരാമൻ്റെ ഹഠയോഗ പ്രദീപിലോ, ഖേരണ്ടൻ താന്ത്രികനായിരുന്ന ഖേരണ്ടൻ്റെ സംഹിതയിലോ ശിവസംഹിതയിലോ അല്ലെങ്കിൽ ശിവസ്വരയോ അതിലോ 32ഓളം യോഗോപനിഷത്തുകളുണ്ട്. അതിലൊന്നും ഈ സാധനമില്ല. അത് തമിഴിലെ വേദാന്ത ഗ്രന്ഥമായിട്ടുള്ള സിദ്ധ വേദാന്ത കൗമുദിയിലാണ് ചിന്മുദ്രാ വിഷയം രഹസ്യമായിട്ട് വച്ചിരിക്കുന്നത്. അത് തന്നെ അത് മുഴുവൻ ഭാഗം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അമ്മ ഇത് തന്നെ പഠിച്ചിട്ടുണ്ടോ? ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് എല്ലാ വിദ്യയും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ചട്ടമ്പി സ്വാമി പരമ്പര ഉപയോഗിക്കുന്ന 2 വിദ്യകളിൽ ഒന്ന് ചിന്മുദ്ര. ഈ ചിന്മുദ്ര യോഗത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇരിക്കുന്നത്. അതുപോലെ ബാലാസുബ്രഹ്മണ്യ മന്ത്രം തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇരിക്കുന്നത്, അത് ജ്ഞാനവഴിയുടെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. ജ്ഞാനവഴി അതായത് സുബ്രഹ്മണ്യനെ പളനിയിലെ സുബ്രഹ്മണ്യൻ ഗുരുഭാവത്തിലാണല്ലോ. പളനിയിൽ ദേവതയായിട്ടല്ല സുബ്രഹ്മണ്യൻ ഇരിക്കുന്നത്, ഗുരുവായിട്ടാണ്. ഇപ്പോൾ ശബരിമലയിൽ ശാസ്താവ് ഗുരുവായിട്ടിരിക്കുന്നത് പോലെ ഗുരുസങ്കല്പമുള്ള ദേവതകൾ പിന്നെയും ഉണ്ട്. കേരളത്തിലിപ്പോൾ വൈക്കത്ത് ശിവൻ ഗുരുഭാവത്തിലാണ് ഇരിക്കുന്നത്. ഗുരുഭാവത്തിലിരിക്കുന്ന ദേവതകളാണ് ജ്ഞാനവഴിയിലുള്ള ദേവത എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനവഴിയിലിരിക്കുന്ന സ്ഥാനങ്ങൾ അതാണ്. പളനി ഗുരുസ്ഥാനമാണ്, ശബരിമല ഗുരുസ്ഥാനമാണ്. എൻ ഗുരുനാഥൻ ശരണം പൊന്നയ്യപ്പോ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ആളുടെ ഗുരുവായിട്ട് കാണുന്നുണ്ടോയെന്നൊക്കെ അറിയാം. പക്ഷേ ഗുരു സമ്പ്രദായത്തിലുള്ള പൂജാക്രമങ്ങളൊക്കെയാണ് ശബരിമല യാത്രയിൽ ഉപയോഗിക്കുന്നത്. തന്നെത്താൻ അത് വ്രതം നോക്കുക, ഒരു വലിയ താന്ത്രികോദയമൊന്നുമില്ല, ഒരു ആരതി അല്ലേ, ഒരു പ്രസാദം ഗണപതിക്ക് വയ്ക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ തന്ത്രമൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ. അതിന് തന്ത്രമൊന്നും ആവശ്യമില്ല. ഗുരു സമ്പ്രദായത്തിന് തന്ത്രത്തിൻ്റെ ആവശ്യമില്ല, ജ്ഞാനവഴിയാണത്. അപ്പോൾ ഈ 2 വിദ്യകൾ പ്രധാനമായിട്ട്, ഒരുപാട് വിദ്യകളുണ്ട്. ഈ വിദ്യകൾ ജ്ഞാനവിദ്യകളായതുകൊണ്ടാണ് തന്ത്രഗ്രന്ഥത്തിലും സാധാരണ നമ്മളിന്ന് അനുഷ്ഠിക്കുന്ന യോഗമാർഗത്തിലും ഈ 2 കാര്യങ്ങളും കാണാത്തത്. അപ്പം ജ്ഞാനവഴിയിലുള്ള സാധനാ പദ്ധതിയുടെ ഭാഗമാണ് ചിന്മുദ്ര. അപ്പോൾ യോഗം ചെയ്യണവരിങ്ങനെ പിടിക്കണൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തിനാണതങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ജ്ഞാനസാധന നമ്മളെ ശുദ്ധീകരിച്ച് ജ്ഞാനസാധനയിൽ വന്ന് നമ്മളുടെ ജ്ഞാനനില വന്നാൽ, ജ്ഞാനനില എന്ന് പറഞ്ഞാൽ സമാധി നില എന്ന് പറയും. ഈ സമാധി മരിച്ചു പോണേനും സമാധി എന്ന് പറയുന്നുണ്ട്, അതല്ല കേട്ടോ. നമ്മുടെ സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് സ്ഥിരമായിരിക്കുക എന്നുള്ളതാണ് സമാധി. നമ്മുടെ സ്വരൂപം എന്താണെന്നറിഞ്ഞ് ആ സ്വരൂപത്തിൽ ലയിച്ച് സ്ഥിരമായിരിക്കുക, അല്ലെങ്കിൽ ആ സ്വരൂപത്തിൽ സ്ഥിരത്വം നേടുക, അതിനാണ് ജ്ഞാനം എന്ന് നമുക്ക് പറയാവുന്നത്. ഞാൻ ഏറ്റവും മലയാളീകരിച്ച് പറയുകയാണ്. അപ്പോൾ സംസ്കൃതത്തെ പരമാവധി ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ സമാധി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ചെയ്ത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു 10 കൊല്ലം പലതരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ് നേരത്തേക്കായിരിക്കും നമുക്ക് ആ അനുഭവം ചിലപ്പോൾ ആദ്യം വരിക. അപ്പം അങ്ങനെ ചിലപ്പോൾ 1 സെക്കൻഡോ 1.5 സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ അല്ലാതെ തന്നെ ഉണ്ടാവാം. ഒരു സാധനയും ചെയ്യാത്തവർക്കും ചിലപ്പോൾ ഒരു പ്രത്യേക ഒരു സമയത്ത് അങ്ങനത്തെ ഒരു നമ്മുടെ സ്വരൂപത്തിൻ്റെ ഒരു അനുഭവം
ചിലപ്പോൾ ഉണ്ടാവാം. ഈ അനുഭവം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ഈ അനുഭവം വന്നിട്ടുണ്ടാകാം. ഇതെങ്ങനെയാണ് അറിയുന്നത് ഇത് അനുഭവമാണ് എന്ന്? ആ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരബോധം ആ സമയത്ത് ഉണ്ടാവില്ല. ഒന്ന് ഞാൻ ആ എക്സ്പീരിയൻസ് മുഴുവൻ പറയാൻ പറ്റുമെന്ന് അങ്ങനെ ഭാഷയ്ക്ക് അതീതമാണല്ലോ. എന്നാലും പറയാൻ കഴിയുന്ന രീതിയിലൊന്ന് പറഞ്ഞാൽ. പറയാൻ കഴിയണ രീതിയിൽ പറയുകയാണെങ്കിൽ അവരനുഭവിച്ചത് നമ്മളുടെ ശരീരത്തിലെ ഒരു സ്പന്ദവും ഞാൻ ശരിക്കുള്ള സമാധിയിൽ ഒരു സ്പന്ദ അനുഭവവും ഉണ്ടാവില്ല. ആർക്ക്? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊന്നാണോ ആ സംഗതിക്ക്, ഞാൻ എന്ന് പറയുന്ന സ്ഫുരിക്കുന്ന എല്ലാവരിലും ഞാനുണ്ട്. ആ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നതിന് നമുക്ക് സ്പന്ദമൊക്കെ അറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളറിയാം, പഞ്ചപ്രാണന്മാരുടെ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാം. ആരും നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വൈബ്രേഷൻസൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കൈ മലർത്തി ഇങ്ങനെ പിടിച്ചാൽ നമ്മുടെ പ്രാണൻ്റെ സഞ്ചാരം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മുകളിലേക്കാണ്. ഇതേ കൈ കമഴ്ത്തി വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ കാലിൻ്റെ മുട്ടയിൽ കമത്തി വെച്ച് കഴിഞ്ഞാൽ പ്രാണൻ്റെ സഞ്ചാരം കീഴ്പോട്ടാവും. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു 5 ദിവസം ചെയ്ത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കൈ എടുക്കുമ്പോഴും ചലനം ചെയ്യുമ്പോഴൊക്കെ പ്രാണൻ മുകളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പന്ദം നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ജീവന് ഇരിക്കണമുണ്ട് അറിയാം. പക്ഷെ സമാധിയിൽ ബോധത്തെ അറിയുകയാണ്. അറിയാനോ അറിയപ്പെടാനോ വസ്തുവൊന്നുമില്ല. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചലനമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ പരിശോധിച്ചാൽ തീർന്നു പോയി എന്ന് പറയും. അങ്ങനത്തെ അനുഭവം, അതായത് ആ അനുഭവം ഈ ബോധാനുഭവം ഉള്ളവർക്കും അറിയാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം ഈ ശരീരബോധം, ശരീരത്തെ തന്നെ നമുക്കറിയാൻ പറ്റില്ല. അവിടെ എന്താണ് അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ വേദാന്തികളൊക്കെ സുഖം എന്ന് പറയും, പരമസുഖം എന്നൊക്കെ പറയും. അവിടെ അങ്ങനെ നമ്മളിപ്പോൾ ഈ ലൗകിക ജീവിതത്തിൽ അനുഭവിക്കുന്ന തരം സുഖമൊന്നുമില്ല. അവിടെ ഒരു ജ്ഞാനപ്രവാഹത്തിൻ്റെ ആരംഭമാണ് ഉണ്ടാവുക. നമ്മളിലൂടെ അനേക വിദ്യകൾ വരാൻ തുടങ്ങും, ലോകഹിതത്തിനാവശ്യമുള്ള. ഈ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഇതുണ്ടാവും. പഴയ ഋഷിമാർക്കുണ്ടായിരുന്നത് ഈ ജ്ഞാനം എന്തിനാണ് നേടുന്നത്? ഈ ജ്ഞാനം നേടിയ ആളിലൂടെയാണ് വിദ്യകൾ, ശാസ്ത്രമൊക്കെ വെളിപ്പെടുക. ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് അവരെ ഈ നിലയുള്ളവരായിരിക്കും, അവരറിയുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ അനേക വിദ്യകളും ശാസ്ത്രവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പണ്ടിത് നമ്മുടെ ഋഷി എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ്, ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അർത്ഥം പറയാം. ഇപ്പോൾ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം പറയാം. ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അർത്ഥം പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഋഷി എന്ന് പറയാം. ദ്രഷ്ടാവ്, കണ്ടെത്തുന്ന ആൾ. ഇപ്പം മന്ത്രം കണ്ടെത്തിയ ആളെന്ന് മാത്രം ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. മന്ത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ, വൈദ്യശാസ്ത്രം അതുപോലെ ജ്യോതിശാസ്ത്രം ഒക്കെ കണ്ടെത്തിയവരെ നമ്മൾ ഋഷി എന്നാണ് പറയണത്. ഋഷി എന്ന് പറയണതിന് ഇപ്പോൾ ചാർവാകനെന്ന് ഋഷി എന്നാണ് പറയണത്. അസ്ത്രവിദ്യകൾ അഭ്യസിച്ചിരുന്നവർ, അസ്ത്രവിദ്യകളൊക്കെ വരും നമുക്ക്. അപ്പം നമുക്ക് കാലത്തിന് ആവശ്യമുള്ള വിദ്യകളെല്ലാം ഈ ജ്ഞാനിയിലൂടെയാണ് വരിക. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇത് സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും ഇതുണ്ടായിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ജന്മത്തിൻ്റെ വാസന കൊണ്ടോ സാധനാബലം കൊണ്ടോ ഒരു ചെറിയ നിമിഷത്തേക്ക് ചിലപ്പോൾ നമ്മളെ മറന്നു പോകുന്നത്, വെറും സ്വപ്നമല്ല, ചുമ്മാ ഇങ്ങനെ മറന്നിരിക്കുന്നതുമല്ല, ഒരനുഭവം ഉണ്ടാവും. ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിലൂടെ ഒരു വല്ലാത്ത മധുരമുള്ള രസമൊക്കെ ഒഴുകും. അമൃതം എന്നൊക്കെയാണ് നമ്മൾ വേദാന്തികളും യോഗികളും ഒക്കെ പറയുന്നത്. അമൃതപ്രവാഹം അത് സദാ ഇങ്ങനെ ഒഴുകും ഈ സമാധി ലഭിച്ച ആൾക്കാർക്ക്. അതായത് സമാധിയിലെത്തിയ ആൾക്കാർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മുടെ ആളുകളുടെ ഒരു ധാരണ ഏകദേശം അത് ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതിനകത്തൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പോൾ മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ പറയും ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്നവർക്ക് കിട്ടുന്ന സാധനം ഇത് തന്നെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് തെറ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് മദ്യം കൊണ്ടുണ്ടാവുന്ന ഒരു ഓൾട്ടേഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. അതൊരു ലഹരി എന്ന് പറയാൻ പറ്റും. ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല, അതുകൊണ്ട് അതിൻ്റെ അനുഭവം എന്നത് കൃത്യമായിട്ട് എനിക്ക് പറയാനും പറ്റില്ല. അല്ല, ഇന്ന് കുറേ പേര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്.